മോളെ എന്താ ഡാഡി? എന്താ ഡാഡി? മോക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ചേന്നമംഗലത്തെ വലിയ തറവാട്ടുകാരാ. പയ്യൻ എഞ്ചിനീയറാ. ഡാഡി, എനിക്ക് തുടർന്ന് പഠിക്കണമെന്നാണ് ആഗ്രഹം. പെൺകുട്ടികൾ ആവശ്യത്തിലധികം പഠിച്ചതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നീ ഏതായാലും ഉദ്യോഗത്തിനൊന്നും പോകാൻ പോകുന്നില്ലല്ലോ. ഉദ്യോഗത്തിന് പോയില്ലെങ്കിലും ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീ സമൂഹത്തിനും കുടുംബത്തിനും ഒരു മുതൽക്കൂട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മോള് ഡാഡിയേക്കാൾ അറിവ് സമ്പാദിക്കുന്നതിൽ ഡാഡിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ യോജിച്ച ഒരു വിവാഹം ഒത്തുവരിക എന്ന് പറയുന്നത് ഭാഗ്യമാണ് മോളെ. ചാക്യാത്തെ മാധവമേനോൻ ഇങ്ങോട്ട് ആലോചിച്ചു വന്നതാണ്. കേട്ടപ്പോ എനിക്ക് നല്ലൊരു കാര്യമാണെന്ന് തോന്നി. പയ്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹീസ് എ നൈസ് ബോയ്. അവർ ഈ ആഴ്ച ഏതൊരു ദിവസം നിന്നെ കാണാനുള്ള വരും. നീ എന്തോന്നും മിണ്ടാത്തത്? ഡാഡി എന്നോട് ക്ഷമിക്കണം. ഡാഡി ധിക്കരിക്കുകയാണെന്ന് തോന്നരുത്. ഡാഡിയോട് എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് പറയുകയാണ്. ഞാൻ എന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുമായി സ്നേഹത്തിലാണ്. ഡാഡി, ഡാഡി ഞങ്ങളുടെ വിവാഹം നടത്തി തരണം. മോളെ, നീ കൊച്ചുകുട്ടിയാണ്. കോളേജ് ക്യാമ്പസിലെ റൊമാൻസും അഫയേഴ്സും ഒക്കെ വെറും നേരം പോക്കെ കണക്കാക്കുന്നവരാണ് അധിക സ്റ്റുഡൻസും. അതുപോലെ ഡാഡി, രവി അങ്ങനെയുള്ള ഒരാളല്ല. പ്രേമിച്ച് വിവാഹം കഴിക്കുന്നത് തെറ്റാണ് എന്ന് ഡാഡിക്ക് അഭിപ്രായമില്ല. പക്ഷേ നിന്റെ ഈ പ്രായത്തിൽ ഒരാളോട് തോന്നുന്ന ഇഷ്ടവും വിവാഹവും രണ്ടും രണ്ടാണ്. ഇല്ല ഡാഡി, എനിക്ക് രവിയെ അല്ലാതെ മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കാനേ വയ്യ. മോളെ, നീ വാശി പിടിക്കരുത്. നിന്റെ അമ്മയുടെ അനുഭവം നിനക്കും ഉണ്ടാകരുതെന്ന് കരുതിയാണ് ഡാഡി മോളോട് ഇതൊക്കെ പറയുന്നത്. എന്റെ ജീവിതം ഒന്നും നശിപ്പിച്ചു. ഇനി എന്റെ മകളുടെ ജീവിതം കൂടി നശിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. വിജയലക്ഷ്മി, എന്റെ മോൾക്ക് ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരൻ ആരായിരുന്നാലും ആ വിവാഹം ഞാൻ നടത്തി കൊടുക്കും. ശ്രീദേവി നമ്മുടെ മകളാണ്. അവളെ നല്ല നിലയിൽ വിവാഹം കഴിച്ചു കൊടുക്കേണ്ട ചുമതല നമ്മുടേതാണ്. വിവാഹം പരസ്പരം സ്നേഹിക്കാൻ കഴിയാത്ത ഭാര്യയും ഭർത്താവും സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ഒരുമിച്ച് ഒരു മുറിയിൽ ഉറങ്ങിയതുകൊണ്ട് ദാമ്പത്യ ജീവിതമാകില്ല. ഇഷ്ടമില്ലാത്ത ഒരു ബന്ധം എന്റെ മോളുടെ തലയിൽ കെട്ടിവെച്ചാൽ എന്റെ അനുഭവം തന്നെ എന്റെ മോൾക്കും ഉണ്ടാവും. വിജയലക്ഷ്മി, എന്നെ തോപ്പിക്കാൻ വേണ്ടി നമ്മുടെ മോളുടെ ജീവിതം നശിപ്പിക്കരുത്. വാശിയല്ല, അപേക്ഷ. മോളെ, നീ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരൻ ആരാണ്? എനിക്കറിയാം. അന്ന് എന്റെ ആരാധകനായി വന്ന ആ ചെറുപ്പക്കാരനല്ലേ? നിന്റെ മനസ്സ് അമ്മയ്ക്കറിയാം. നീ വിഷമിക്കാതെ.
മോള് നന്നായിട്ട് പഠിക്കാനാ മമ്മി മോളെ ഇവിടെ കൊണ്ടാക്കിയത്. മോക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും മിസ്സിനോട് പറഞ്ഞാ മതി. ഡാഡി വരാന്ന് പറഞ്ഞിട്ട് എന്താ മമ്മി വരാത്തെ? ഡാഡിയോട് എന്തിനാ മമ്മി എപ്പോഴും പിണങ്ങിയിരിക്കുന്നത്? ഡാഡി പോവോ? ഇനി മമ്മി അടുത്ത സൺഡേ വരാം. ടാറ്റാ. ടാറ്റാ. മമ്മി ടാറ്റാ. ഡാഡി. ഹായ് ഡാഡി. മമ്മി പോവാണോ? ഡാഡിയുടെ കൂടെ പോവാം മമ്മി. മമ്മി ടാറ്റാ. മോക്ക് സ്വീറ്റ്സ്. താങ്ക്സ്. ഡാഡി, മോക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ വയ്യ ഡാഡി. ഇന്നലെ രാത്രി മോള് പേടിച്ച് ഒരുപാട് കരഞ്ഞു. മോളെന്തിനാ പേടിക്കുന്നത്? മോക്ക് ഇവിടെ ധാരാളം ഫ്രണ്ട്സ് ഇല്ലേ? എല്ലാ കുട്ടികളുടെയും മമ്മിയും ഡാഡിയും ഒരുമിച്ച് അവരെ കാണാൻ വരുന്നത്. എന്നെ കാണാൻ മാത്രം ഡാഡിയും മമ്മിയും തനിച്ചാ വരുന്നത്. മമ്മി വളരെ തിരക്കിലാ മോളെ. ഡാഡി വരുന്ന സമയത്തൊന്നും മമ്മിക്ക് വരാൻ സമയം കിട്ടില്ല. ഡാഡി, ഇനി എന്നാ മോള് വീട്ടിലേക്ക് കൊണ്ടുപോവാ? മോള് പഠിച്ച് മിടുക്കിയാവുമ്പോ പിന്നെ മോളെ ഡാഡി എവിടെയും വിടില്ല. ഡാഡി പോയിട്ട് നാളെ വരാം. ഡാഡി ടാറ്റാ. ടാറ്റാ. ഈ കോഴ്സാർ കിടന്ന് വാരികയിലെ സർക്കുലേഷൻ കേറുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? എന്നാലാവുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ ഞാൻ എത്ര പങ്ക്തികളാ കൈകാര്യം ചെയ്യുന്നെന്ന്? കോളേജ് കോമ്പസ്, സൗന്ദര്യവേദി, ഡോക്ടർ മറുപടി പറയുന്നു, പാചകരംഗം, നക്ഷത്രഫലം. ഒന്ന് നിർത്തടി. നീ നിന്റെ കോയിതാറ് ഒരു ചവറ് പത്രവും. ഈ വായ എടുക്കുമ്പോഴൊക്കെ ചവർന്ന് പറയുന്നത് നിർത്തണം കേട്ടോ. ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ വാരിക വായിക്കാതിരുന്നിട്ടുണ്ടോ? ആ, വായിക്കാറുണ്ട്. കക്കൂസി പോകുമ്പോ. ചെറുപ്പത്തിലെ ശീലം ഇപ്പോഴും വിട്ടിട്ടില്ല അല്ലേ? അതെങ്ങനെ വിടുപടി? ഷഡ്ഡിയിട്ട് മഴ തുളിക്കുന്ന പെമ്പിള്ളേരുടെ പടമല്ലേ ആ വാരിക നിറച്ച്? അല്ല, ഞാനെന്താ ഈ ചവറ് വാരിയെ കുറിച്ച് പറഞ്ഞ് എന്റെ വായിലെ വെള്ളം പറ്റിക്കുന്നത്? നിങ്ങൾ പിന്നെയും പറയുന്നു ചവർന്ന്. ബാക്കിയുള്ളവർ ഇവിടെ സർക്കുലേഷൻ എങ്ങനെ കേറ്റുമെന്ന് ഓർത്ത് തല പുകഞ്ഞ് ആലോചിക്കുക. അപ്പോഴാ നിങ്ങൾ ഒരു തമാശ. അല്ല, ഞാനൊന്ന് ആലോചിക്കായിരുന്നു, നമ്മളുടെ വിജയലക്ഷ്മിയെ കൊണ്ട് അവളുടെ ആത്മകഥ എഴുതിച്ചാലോ? സ്ത്രീകളുടെ ആത്മകഥ എന്ന് കേട്ടാൽ വായനക്കാർ തലക്കിടിച്ച് പത്രം വാങ്ങും. എന്താ നിങ്ങളുടെ അഭിപ്രായം? ആ കുട്ടന്റെ കുടുംബം കലക്കിട്ട് നിനക്ക് എന്ത് നേടാനാ ഭാരതി? ഇപ്പൊ തന്നെ ഒരു വാരി കലങ്ങിയിരിക്കുക. കുടുംബം കലക്കാനാണോ ഞാൻ പറയുന്നത്? ഈ മനുഷ്യന് ഒരു ബുദ്ധിയില്ല. എത്ര വലിയ വലിയ ആൾക്കാരാ അവരുടെ ആത്മകഥ എഴുതുന്നത്. എന്നിട്ട് അവരുടെ കുടുംബം എല്ലാം കലങ്ങിയിരിക്കില്ലേ? എന്നാ പിന്നെ നിനക്ക് നിന്റെ ആത്മകഥ തന്നെ എഴുതി കൂടെ ഭാരതി? ഞാൻ എഴുതിയനെ, പക്ഷെ നിങ്ങളുടെ തനി രൂപം നാട്ടുകാരറിയും. വേണ്ട ചേച്ചി, എന്നെ നിർബന്ധിക്കരുത്. എനിക്കൊന്നും എഴുതാനാവില്ല. നീ അങ്ങനെ പറയരുത്. ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്ന സിദ്ധിയാണ് ഈ സാഹിത്യമെന്നും കവിതയെന്നും ഒക്കെ പറയുന്നത്. അതങ്ങനെ എല്ലാവർക്കും കിട്ടുന്നതല്ല. ധാരാളം ആരാധകരുള്ള പ്രശസ്തയായ ഒരു സാഹിത്യകാരിയാണ്. നിന്റെ ആത്മകഥ തുടങ്ങുന്നു എന്ന് ഒരു അനൗൺസ്മെന്റ് കൊടുത്താൽ മതി, പിറ്റേ ലക്കം മുതൽ കോപ്പി കൂടാൻ തുടങ്ങും. ഇതൊരു ബ്ലാങ്ക് ചെക്കാണ്. നിന്നെ ഏൽപ്പിക്കാൻ പോസ്റ്റർ തന്നാണ്. ഇതിൽ എത്ര പണം വേണമെങ്കിലും നിനക്ക് എഴുതിയെടുക്കാം. പണത്തിന് വേണ്ടി മാത്രമല്ല ചേച്ചി ഞാൻ എഴുതുന്നത്. എന്റെ മനസ്സിന്റെ വിങ്ങലുകളാണ് ഞാൻ കടലാസിലേക്ക് പകർത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്റെ മനസ്സ് ശൂന്യമാണ്. അത് പറഞ്ഞാൽ പറ്റില്ല. ഈ കാര്യത്തിൽ നീ എന്നെ സഹായിച്ചേ മതിയാവും.
നിന്നെ കൊണ്ട് ആത്മകഥ എഴുതിപ്പിക്കാമെന്ന് ഞാൻ കോഴ്സാറിന് വാക്കുകൊടുത്തു. ആത്മാവ് നഷ്ടപ്പെട്ട ഞാൻ എങ്ങനെയാണ് ചേച്ചി ആത്മകഥ എഴുതുന്നത്? നിന്റെ മനസ്സിപ്പോ ശരിയല്ല. നീ ഒന്നുകൂടെ ആലോചിക്കേ. ഏതായാലും എനിക്ക് അല്പസമയം വേണം. ഞാൻ എന്നോട് തന്നെ ഒന്ന് ചോദിക്കട്ടെ. മതി, ആലോചിച്ച് നാളെ പറഞ്ഞാ മതി. നോ എന്ന് പറയരുത്. യെസ് എന്ന് കേൾക്കാൻ ഞാൻ കാത്തിരിക്കും. ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്ന സിദ്ധിയാണ് ഈ സാഹിത്യം എന്നും കവിതയെന്നും ഒക്കെ പറയുന്നത്. അതങ്ങനെ എല്ലാവർക്കും കിട്ടുന്നതല്ല. ധാരാളം ആരാധകരുള്ള പ്രശസ്തയായ ഒരു സാഹിത്യകാരിയാണ്. I hate you. 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 ഞാൻ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൊച്ചു ഗ്രാമം, കുണുങ്ങിയൊഴുകുന്ന പുഴയും കുഞ്ഞിളം കാറ്റും എന്റെ കൊച്ചു മനസ്സിനെ കുട്ടിക്കാലം മുതലേ കോരിത്തെരിപ്പിച്ചു. എനിക്കൊരു കളിക്കൂട്ടുകാരനുണ്ടായിരുന്നു, ഉണ്ണി. ഒരുമിച്ച് കളിച്ചു വളർന്ന ഞങ്ങൾ ഒന്നിച്ച് ഒരു കുടക്കീഴിൽ ജീവിക്കുവാൻ ആഗ്രഹിച്ചു. ഉണ്ണി നന്നായി കവിത എഴുതുമായിരുന്നു. എനിക്ക് എഴുതാൻ പ്രചോദനം തന്നത് ഉണ്ണിയുടെ കവിതകളായിരുന്നു.
എന്നെക്കുറിച്ച് ഉണ്ണി എഴുതിയ കവിത ഇപ്പോഴും എന്റെ മനസ്സിൽ ഒഴുകിയെത്താറുണ്ട്.